ആശാനെ ആശാനെ നിർത്തിക്കേടാ. നിന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിന്റെ വയറ്റിൽ നിന്ന് വരെ വന്ന പോലെ ഇട്ടില്ല. ആശാൻ കാലത്തന്നെ വല നെയ്യാൻ തുടങ്ങിയ ഇതൊന്നുമല്ല. കാലത്തെ 2 അടിച്ചിട്ട് കൈ വറച്ചോണ്ടിരിക്കുകയാണ്. ഈ കൈ അങ്ങനെ എവിടെ കൊണ്ട് ഒളിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അതല്ല നിനക്ക് വല്ല ഉത്തര. ആശാനെ കാലയിൽ എന്ത് പറ്റി? കാലയിൽ നിറച്ച ആണിയാണെന്ന്. ആ പച്ചമരുന്ന് എത്തിച്ചിട്ടുണ്ടല്ല. ഇത് പച്ചമരുന്ന് വെച്ചതല്ല, ആണി തുരിപ്പിക്കാതിരിക്കാനായിട്ട് പ്രൈമർ അടിച്ചു വെച്ചാക്കിയാണ്. എടാ നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? എടാ നിന്നോട് കാലത്ത് തന്നെ വന്നിട്ട് ഈ വല തിന്നാൻ പറഞ്ഞ. ആശാൻ വേണമെങ്കിൽ ആശാൻ തിന്നോ, ഞാൻ രാവിലെ ഡൽഹി നിന്നതാണ്. എടാ മെനകെട്ടവന് ഈ വല തിന്നാനല്ല പറഞ്ഞത്, ഈ കീറി കിടക്കണ വല ഒന്ന് തുന്നാൻ പറഞ്ഞ. ആകപ്പാടുണ്ടായിരുന്ന ഒരു നിക്കറ് കീറി വല പോലെയായി, അത് തുന്നാൻ പറ്റിയിട്ടില്ല. എന്റെ ദൈവം, അപ്പൊ ഈ കീറി നിക്കറിട്ടാണ് നീ വള്ളത്തെ കാലുവെക്കി കയറിയത്. പിന്നല്ലാണ്ട് വെറുതെ അല്ല കൊട്ടയില് മീനിലാച്ചിട്ടും കടപ്പുറത്തെ പെണ്ണുങ്ങൾ കൂക്കി വിളിച്ച് നടന്നത്. അതൊക്കെ പോട്ടെ, നീ വരാൻ വൈകി എന്താണ്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകിയതുകൊണ്ട്. എടാ അതല്ല നീ താമസിച്ചത് എന്താണ്? എനിക്ക് സ്വന്തമായിട്ട് വീടുള്ളത് കൊണ്ട്. എന്റെ ദൈവമേ, നീ എന്താണ് എവിടെ പോയി കിടക്കായിരുന്നു? എന്റെ ആശാൻ അറിയില്ല എനിക്ക് സ്വന്തമായിട്ട് കക്കൂസില്ലെന്ന്. എന്നിട്ട് നിനക്ക് തീറ്റക്ക് കുറവൊന്നുമില്ലല്ലോ. കക്കൂസിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോയതല്ലേ, എന്നിട്ട് അത് പാസ്സായ? ഇല്ലെന്ന്. എന്ത് സ്വന്തമായിട്ട് കക്കൂസില്ലെന്നുള്ള തെളിവ് കാണിക്കണം. അത് തന്നെയാണ് ഞാൻ പോയപ്പോ അവരെന്നോടും പറഞ്ഞത്. അത് ആശാൻ എന്ത് ചെയ്തു? ഞാൻ വെളുപ്പിന് കടപ്പുറത്ത് വെളുക്കിരിക്കുന്ന ഒരു സെൽഫി എടുത്തിട്ട് മെമ്പർക്ക് അയച്ചു കൊടുത്ത്. എന്നിട്ട് പാസ്സായ? ഇല്ല, മെമ്പർ ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുകയാണ്. എന്താണ് മഞ്ഞ് കാരണം ക്ലിയർ അല്ല, ക്ലാരിറ്റി ഉള്ള ഫോണിൽ വേറെ അയച്ചു കൊടുക്കാൻ. അങ്ങനെയാണ് എനിക്ക് ഓർമ്മ കൂടി അയച്ചു തന്നെ. നിനക്ക് എന്തിനാണത്? വാട്സാപ്പിൽ പുലർക്കാല ബന്ധനം ഒന്നും പറഞ്ഞ് സ്റ്റാറ്റസ് ഇടാല്ല. എന്റെ ദൈവമേ, നീ ആട് കൊള്ളാല. എടാ ആശാനെ ഈച്ച കൊതിയെന്ന് എടുത്തിട്ടാണ് നീ റീച്ച് ആക്കാൻ പോണത്. അത് നടക്കൂല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ കടപ്പുറത്ത് എവിടെയെങ്കിലും ഇരുന്നോളാം. ആശാൻ അങ്ങനെ വരുന്ന ആരെങ്കിലും കാണത്തില്ലേ? അയ്യടാ, ഇത് കാണാൻ വരാനായിട്ട് ഞാൻ അവിടെ കിങ് ഓഫ് കൊത്ര റിവ്യൂ അല്ല ഇട്ട് കാണിക്കണത്. എന്റെ ആശാനെ, തോട്ടം ക്രിസ്മസ് നമ്മള് പൊളിക്കും കേട്ടാ. എങ്ങനെ വിളിക്കൂ? രാഘവൻ എന്ന് പറഞ്ഞ് ക്രിസ്മസിന് ചാകര വരുന്നുണ്ടെന്ന്. ഇടമേനെ കെട്ടവൻ അത് ചാകരവന്റെ ക്രിസ്മസ് ആയിട്ട് രാഘവന്റെ മൂത്ത മോൻ സാഗരവൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവൻ ഗൾഫിലല്ലേ.